മീര നമ്മളെന്താ ഇവിടെ ഈ ഹോട്ടലില്? ഞാൻ അങ്കിളിനെ വിളിച്ചു പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ റൂം ബുക്ക് ചെയ്തു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഇവിടുത്തെ മൊണസ്ട്രികൾ കാണാൻ പോ. ഈ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തെന്ന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഇവിടെ താജിൽ റൂം ബുക്ക് ചെയ്തതല്ലേ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റൂം ക്യാൻസൽ ചെയ്തല്ലോ. ഇതിപ്പോ ഫുൾ ക്യാഷും അടക്കുകയും ചെയ്ത്. അതിനിവിടെ താജ് ഹോട്ടൽ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. അതെന്ത്? ഇവൻ ബാംഗ്ലൂർ താജിന്റെ കാര്യമാണ് പറയുന്നത്. എടാ പഞ്ചാപുരാ, അത് ബാംഗ്ലൂർ. കൺഫ്യൂസ്ഡ് ആയി. നമുക്കിത് കഴിഞ്ഞിട്ട് അവിടെ പോവാമേ. ബാംഗ്ലൂരാണ്. ഹലോ മലയാളീസ്, ഇതാര്? ഐ മൊയ്തീൻ, 30 years experience, travel field. Welcome to Banjapura, nice to meet you. മലയാളം പോരെ മൊയ്തീനക്ക? അതോ ദേവൂട്ടി, ഇതെപ്പ ഇറങ്ങി ജയിലിന്ന്? Don't mistake me boys. ചെറിയൊരു കഞ്ചാവ് കേസ്, 1 year prison. Now no case, only tourism. പുള്ളിക്കാരിയുടെ കമ്പനിക്കാര് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, മൊയ്തീനക്ക ഞങ്ങളുടെ വീടിനടുത്തുള്ളതാ. കഞ്ചാവിനെ കല്യാണം കഴിച്ച മൊയ്തീൻ നാട്ടിൽ പറയാ. പക്ഷെ ഉപദ്രവം ഒന്നുമില്ല കേട്ടോ. താങ്ക് യു മോളെ. അപ്പോ ബഞ്ചാപുരയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ജസ്റ്റ് കോൾ മൊയ്തീൻ, ഓക്കെ? അല്ല, ആ സാറിനെ ഞാൻ എവിടെയോ എന്നെയാ? ഇല്ലല്ലോ. അല്ല, കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അതായിരുന്നു ഇവൻ. ശരി മൊയ്തീൻ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ സിസ്റ്റർ, മൈ കാർഡ് ദിസ്. എനി ടൈം കോൾ, ഓക്കെ? ഓക്കെ. ശരി മൊയ്തീൻ. അല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് തിരയുന്നുണ്ടോ മീര? എല്ലാ പെയിന്റിങ്സും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. 5 Tibetans, അതാണ് ഞാൻ അന്വേഷിക്കുന്ന പെയിന്റിങ്ങിന്റെ പേര്. 70s ടിബറ്റൻ കലാപത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന ആ പെയിന്റിംഗ് ഇവിടെ ബഞ്ചാപുരയിലെ ഏതോ ഒരു ബുദ്ധക്ഷേത്രത്തിൽ ഉണ്ട് എന്ന് ഗവേഷകർക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ ഇവിടുത്തെ കർശനമായ നിയമങ്ങൾ കാരണം പെയിന്റിംഗ് ഉള്ള പ്രാർത്ഥനാ മുറികളിൽ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അതിവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ മൊണാസ്ട്രിയിലെ മേലധികാരികളാകട്ടെ ഗവേഷകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. 5 Tibetans, അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് കിട്ടിയ എന്റെ ഈ റിസർച്ച് അത് ഇന്ത്യയിൽ തന്നെ ഒരു അത്ഭുതമായിരിക്കും. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ മൊണാസ്ട്രി ഉണ്ടല്ലോ, നമുക്ക് അവിടെ തപ്പാം. ഇവരുടെ ചെലവിൽ ഇന്ത്യ മുഴുവൻ കറങ്ങാടാ, പോലീസും പിടിക്കില്ല. എന്നെക്കൊണ്ട് തള്ളിച്ച കാറും ഡ്രൈവർ കൊച്ചുമല്ലേ. ഹലോ, നിങ്ങൾ ഇവിടെ എത്തിയോ? ഇപ്പൊ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല സർ. എല്ലാരും ഇവിടെ തന്നെയാണോ താമസം? അതെ സർ. നമ്മുടെ മീരാമാമനും 102 ഇപ്പൊ റൂമിൽ കാണും. ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോ വരും. ഓ ഓക്കെ, ഞാൻ കണ്ടോളാം. ശരി. നിങ്ങളെ കണ്ടാ വിടത്തില്ല അല്ലേ? അഞ്ചായിരം അടിച്ചോണ്ട് നിൽക്കാതെ ഒന്ന് വേഗം വാ സാറേ. ഇങ്ങനെ പോയാ അവന്മാർ ഇന്ത്യ വിടും. ചവിട്ടിക്കൂട്ടി എണ്ണപ്പാത്തി കിടത്തും. നിന്റെയൊക്കെ കള്ളപ്പെടുന്നതിന്റെ കഥ ആർക്കും അറിയത്തില്ല. അവന്മാരെ ഒന്നെ കയ്യിലോട്ട് കിട്ടിക്കോട്ടെ, എല്ലാത്തോടെ ഉരുക്കി ഞാൻ. അവന്മാരെ ഒന്ന് കിട്ടുന്നതിന്റെ 10% 20% കമ്മീഷൻ വന്നേക്കാം. ഞാൻ എന്തും ക്ഷമിക്കും. പക്ഷേ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒഴിച്ച് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പോയി സാറന്മാർക്ക് വിശ്രമിക്കാനുള്ള റൂമൊക്കെ റെഡിയാക്ക്. എന്താ സാർ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ, ഞാൻ പറയാം. നടരാജ് സാർ, കുട്ടി വരൂ. ദേ, ഇപ്പൊ പോയ നമ്പ്യാന്മാരുടെ ബാങ്ക് കൊള്ളയടിച്ച ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ സംഘമുണ്ട്. അവരെ പിടിക്കാൻ ഇറങ്ങിയതാ. അവന്മാരിവിടെ ബഞ്ചാപുരയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കുട്ടി യവന്മാരെ എവിടെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ട്.
കണ്ടിട്ടുണ്ടോ? ഇവരെ അറിയോ? കമോൺ, അറിയാമോ? അറിയാം സർ. യെസ്. എവിടെയുണ്ട് ഇവര്? സർ, കുറച്ചു മുന്നേ ഇവര് സുന്ദിക്കോപ്പയിലേക്കുള്ള വഴി ചോദിച്ചു ഇവിടെ വന്നിരുന്നു. ധൃതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നതും കണ്ടു. സുന്ദിക്കോപ്പേ? ഇവിടുത്തെ സന്യാസിമാരൊക്കെ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലമാണ് സുന്ദിക്കോപ്പ. ദീക്ഷ സ്വീകരിക്കുന്ന സ്ഥലം. യെസ്. മൊട്ടയടിച്ച് വേഷപ്രച്ഛന്നരാവാനാണ് അവരുടെ പരിപാടി. Come on boys, let us dash. എന്നാ ഓടിച്ചോണ്ടോടുവാ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ആ നമ്പ്യാരുടെ ബാങ്ക് മോഷ്ടിച്ചോണ്ട് ഓടുന്ന ഓട്ടോ. എന്താ കൂടുന്നോ? ഇന്നലെ മുതൽ ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കള്ളിന്ന് വിളിക്കുന്നത്? അതിന് സ്വന്തം കള്ളത്തരം മറയ്ക്കാനാണോ ഇതൊക്കെ? ഇന്ന് സെപ്റ്റംബർ 21. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ചു തുടങ്ങിയ ആദ്യത്തെ പെൺകുട്ടി എന്നെയും ചതിച്ചിട്ട് ഓടിപ്പോയത്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ദുരന്തങ്ങൾ. നീ ഇപ്പൊ പറഞ്ഞ ആ ബാങ്ക് കൊള്ളവരെ. സെപ്റ്റംബർ 21 എനിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഹലോ, അതെ. എപ്പോ? എങ്ങനെ? ഉണ്ട്, കൊടുക്കാം. ശരി, അങ്ങനെ പറയാം. മോളെ, എന്താ വിളിച്ച? ഒന്നിങ്ങനെ ഇപ്പൊ വരാട്ടോ. എന്തേ? വീട്ടീന്നോ? ഹലോ, ആ ദേവുവാ. മോളെ, മോളുടെ അച്ഛന് നല്ല സുഖമില്ല, പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. മോളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന്. അച്ഛന് അസുഖം കൂടുതലായി എന്നാണ് ബാലമാമ പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു ഇനി ഞങ്ങളോടൊപ്പം അച്ഛനില്ല എന്ന്. അച്ഛൻ മരിച്ചുപോയി എന്ന സത്യത്തോട് പൊരുത്തപ്പെടാൻ എനിക്കായില്ല. വില്ലച്ചൻ്റെ ഫോണിൽ നിന്നും ജോയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു, കിട്ടിയില്ല. ഒടുവിൽ ട്രാവൽ ഏജൻസിയിലെ ജോ എന്നെ ഏൽപ്പിച്ച ബാഗായത്. ജോ വരുമ്പോൾ വില്ലച്ചനൊന്ന് കൊടുക്കണം. ശരി, എൻ്റെ വീട്ടിലെ നമ്പർ ഒന്ന് കൊടുക്കണം. അതൊക്കെ വെല്ലിച്ച് വേണ്ടതുപോലെ ചെയ്തോളാം. മോള് വേഗം പോകാൻ നോക്ക്. അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ്റെ മരണം, അതോടെ ഒരു കുടുംബം മുഴുവൻ നോക്കേണ്ട ബാധ്യത എന്നിലേക്കായി. ജോ എന്നെ ഏൽപ്പിച്ച ബാഗ് തിരികെ തന്നു എന്നാണ് വെല്ലിച്ചൻ എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ വീട്ടിലെ നമ്പറും മേൽവിലാസവും. ജോ വിളിക്കാതെ ആയപ്പോൾ ഞാൻ കരുതി മറന്നു, അല്ലെങ്കിൽ ഒഴിവാക്കി. പിന്നെ മറ്റൊന്നും ആലോചിക്കാനുള്ള സമയം എനിക്കുണ്ടായില്ല. വീട്, അച്ഛമ്മ, അനിയത്തി, അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങൾ, അത് മാത്രമായി എൻ്റെ ജീവിതം. എന്നെ ചതിച്ച് നീയായിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പലവട്ടം. ഇതിപ്പോൾ എല്ലാവരും നിമിത്തം പോലെ തോന്നുന്നു.
അന്യൻ്റെ ഒരു രൂപ പോലും ആഗ്രഹിക്കാത്ത ഞങ്ങൾ ഒരു ബാങ്ക് കൊള്ള ചെയ്യാനും കാട്ടിൽ വഴിതെറ്റി നിന്നെ കാണാനും പിന്നെ വീണ്ടും ഇങ്ങനെ ബുദ്ധസന്യാസിമാർക്കിടയിലെത്താനും എല്ലാം ഒരു ജോ, നിങ്ങളെ തിരക്കി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ആ നമ്പ്യാർമാരും. അവര് നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തൽക്കാലം ഞാൻ അവരെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷം അവർ തിരികെ എത്താം. വലിയ താങ്ക്സ്.